നടി ആക്രമിച്ച കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ദിലീപിന്റെ അനിയൻ അനൂപ്, സഹോദരി ഭർത്താവ് സൂരജ് എന്നിവരുടെ ഫോണുകളിൽ നിന്നായിരുന്നു നിർണായകമായ പല തെളിവുകളും പോലീസിന് ലഭിച്ചത്. എന്നാൽ ഇപ്പോഴിതാ ഫോണുകൾ പിടിച്ചെടുത്തുകൊണ്ടുള്ള പോലീസിന്റെ അന്വേഷണത്തെ പരിഹസിച്ച് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ദിലീപ് തന്നെ രംഗത്തെത്തിയിരുന്നു. വൈറ്റ്ലയിലെ പുതിയ മൊബൈൽ ഷോറൂമിന്റെ ഉദ്ഘാടന വേദിയിലെത്തിയപ്പോഴായിരുന്നു അന്വേഷണ സംഘത്തെയും ഫോണുകൾ പിടിച്ചെടുത്തുകൊണ്ടുള്ള അന്വേഷണത്തെയും താരം പരിഹസിച്ചത്. ഏറ്റവും കൂടുതൽ ഫോൺ വാങ്ങിക്കുന്ന ഒരാളായി ഞാൻ മാറിയെന്നും എപ്പോൾ ഫോൺ വാങ്ങിയാലും പോലീസ് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും താരം അഭിപ്രായപ്പെട്ടിരുന്നു. ഏറ്റവും കൂടുതൽ ഫോൺ വാങ്ങിക്കുന്ന ആളായി മാറിയിരിക്കുകയാണ് ഞാൻ എപ്പോൾ ഫോൺ വാങ്ങിയാലും പോലീസുകാർ വന്ന് കൊണ്ടുപോകും. കഴിഞ്ഞ തവണ iPhone 3 Pro ഇറങ്ങിയപ്പോൾ എനിക്ക് തന്നിരുന്നു, അതും എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാണ് നിൽക്കുന്നത്. ഇവർ ഇത്തവണ iPhone 14 Pro തരുമെന്നാണ് പറയുന്നത്. അത് ആരും കൊണ്ടുപോവില്ല എന്ന പ്രാർത്ഥനയാണ് ഉള്ളത് എന്നും ദിലീപ് പറഞ്ഞിരുന്നു. അതേസമയം നടി ആക്രമിച്ച കേസിൽ അന്വേഷണത്തെയും അന്വേഷണ സംഘത്തെയും ദിലീപ് പരിഹസിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ദിലീപ് ഫാൻസ്. ദിലീപ് ടൈംസ് എന്ന ഫാൻസ് പേജിലൂടെയാണ് പ്രതികരണം. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഭരണഘടനയിലെ എല്ലാ പൗരന്മാർക്കും നൽകുന്ന മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 20 ലംഘിച്ചാണ് ദിലീപിന്റെ ഫോൺ പോലീസ് പിടിച്ചെടുക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, ഒരാൾ തെറ്റുകാരനാണ് എന്ന് ഒരു തെളിവുമില്ലാതെ കഥ മെനഞ്ഞിട്ട് അതിന്റെ തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് അയാളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് കൈ കഴുകുന്ന പണിയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടുത്ത ഭരണഘടനാ ലംഘനവും ഗുരുതരമായ മനുഷ്യാവകാശ പ്രശ്നവുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ദിലീപ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഒരു തമാശ കൊണ്ടുപോലും അയാൾ മറുപടി പറയരുതെന്ന് കരുതുന്ന മാധ്യമങ്ങളുടെ ഇൻഡാസ് 8 മടക്കി വെച്ചാൽ മതി. നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം ദിലീപ് എന്ന മനുഷ്യൻ പൊതുജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതാണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. അയാൾ പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുവെന്ന അസന്നിഗ്ധമായി പറയുന്നതിന് ഞങ്ങൾക്ക് ബലം തരുന്നത് ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയാണ്. 6 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന സുപ്രീം കോടതി വിധി വന്നതിനു ശേഷം വിരളിൽ പൂണ്ട മാധ്യമങ്ങൾ ഒരു അവസരം കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. കോടതി വരാന്തയിലും പോലീസ് സ്റ്റേഷനിലും നിർത്തി അയാളുടെ കരിയർ അവസാനിപ്പിക്കാമെന്ന് വ്യാമോഹിച്ചവർക്ക് ദിലീപിന്റെ വളരെ നാളുകൾക്ക് ശേഷമുള്ള ആദ്യത്തെ പൊതുപരിപാടി സഹിക്കില്ല എന്നറിയാം. ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയോടെയാണ് ഞങ്ങൾക്ക് കുറെ വിവരങ്ങൾ ചോർത്തി നൽകുന്നുവെന്ന് കോടതി പറഞ്ഞ ഏമാന്മാരല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.